നജീബ് കാന്തപുരം MLA വാക്ക് പാലിച്ചു. തയ്യൽ തൊഴിലാളികൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കി. പദ്ധതിയിൽ ചേർന്ന തയ്യൽ തൊഴിലാളികളുടെ അപേക്ഷകൾ സ്വീകരിച്ചു. ഈ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി തങ്ങൾക്ക് വലിയ ആശ്വാസമാണെന്ന് തയ്യൽ തൊഴിലാളികൾ പറഞ്ഞു. നല്ലൊരു പദ്ധതിയായി തോന്നി. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു സേവനമായിട്ട് മനസ്സിലായത്. ഓട്ടോ തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെ നജീബ് കാന്തപുരം MLA തയ്യൽ തൊഴിലാളികളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഓട്ടോ തൊഴിലാളികൾക്ക് MLA ഹെൽത്ത് കാർഡ് അനുവദിച്ചെന്ന് അറിഞ്ഞ തയ്യൽ തൊഴിലാളികൾ തങ്ങളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് MLAയോട് ആവശ്യപ്പെടുകയായിരുന്നു. ടൈലർമാരെ പദ്ധതിയിൽ ചേർക്കുമെന്ന് MLA കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ MLAയുടെ ഓഫീസിൽ തയ്യൽ തൊഴിലാളികളുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് സൗകര്യവുമൊരുക്കി. 4 ദിവസങ്ങളിലായി അപേക്ഷകൾ സ്വീകരിച്ചു. ചെറിയ വരുമാനം കൊണ്ടാണ് മിക്ക തയ്യൽ തൊഴിലാളികളും നിലനിന്ന് പോരുന്നത്. ഈ സാഹചര്യത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കി MLA തങ്ങളെയും ചേർത്ത് പിടിച്ചതിലുള്ള സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് തയ്യൽ തൊഴിലാളികൾ. MLAയുടെ ഈ ഹെൽത്ത് കാർഡിൻ്റെത് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ടൈലർമാർക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ ഇനിയും വേറെ എന്ത് പ്രശ്നം വന്നാലും ഇത് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിട്ടുണ്ട്. എൻ്റെ ഹെൽത്ത് കാർഡ് ടൈലർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരമാണ്. അതായത് എല്ലാവരും അധികം ആൾക്കാരും മിക്കവരും സാധാരണക്കാരാണ്. അപ്പോൾ ഇത് ഹോസ്പിറ്റലിലായാലും എന്തായാലും അവർക്കൊരു ഉപകാരമാകാറുണ്ട്. നല്ലൊരു കാര്യമാണ്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ 800-ലധികം അംഗങ്ങളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഇതിനകം 400-ലധികം പേരുടെ അപേക്ഷകൾ സ്വീകരിച്ചു കഴിഞ്ഞു. തയ്യൽ തൊഴിലാളികൾക്ക് ഈ പദ്ധതി വലിയ സഹായമാണെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് PT രാജു പറഞ്ഞു. പെരിന്തൽമണ്ണയിലെ MLA ആരോഗ്യ ഇൻഷുറൻസ്, അതായത് ഹരിതകർമ്മസേന, ആശാ വർക്കർ, ഓട്ടോ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ MLA ആയി ബന്ധപ്പെട്ട് നമ്മൾ തയ്യൽ തൊഴിലാളികൾക്ക് ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് ശിരസ വഹിച്ച് ഞങ്ങളോട് നിങ്ങളുടെ എത്ര മെമ്പർമാരുണ്ടെങ്കിൽ നിങ്ങളെ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 4 ദിവസമായിട്ട് ഞങ്ങളിവിടെ ഇൻഷുറൻസിൻ്റെ ക്യാമ്പാണ് MLA ഓഫീസിൽ. എന്തായാലും MLA ഇത്തരം ഒരു പ്രവൃത്തി തന്നെ ഞങ്ങൾക്ക് നല്ല അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ഞങ്ങൾ എല്ലാവരും, ഇപ്പോൾ നമുക്കറിയാലോ പെരിന്തൽമണ്ണയിലെ പ്രമുഖമായ സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് ഈ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നല്ലൊരു ഭാഗ്യമായിട്ടാണ് കാണിക്കുന്നത്. സാധാരണക്കാരായ തയ്യൽ തൊഴിലാളികൾക്ക് അസുഖങ്ങൾ എപ്പോഴും ഏത് നിമിഷവും വരാം. അപ്പോൾ ആ അസുഖത്തിന് നമുക്ക് എന്തായാലും ഒരു ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടുത്തി തന്നതിൽ ഞങ്ങൾ അതിയായ നമ്മളെ ആ സന്തോഷം നമ്മൾ MLAയുടെ ഒപ്പം നമുക്ക് പങ്കുവയ്ക്കുകയാണ്. തയ്യൽ തൊഴിലാളികൾ സമീപിച്ചപ്പോൾ അവരുടെ ആവശ്യം പരിഗണിക്കുകയാണ് ചെയ്തതെന്നും പരമാവധി പാവങ്ങളെ സഹായിക്കുകയാണ് ലക്ഷ്യമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. നമ്മൾ ഓട്ടോ ഡ്രൈവർമാർക്ക് നമ്മുടെ ഹെൽത്ത് കാർഡ് പദ്ധതിയിലേക്ക് അവരെ കൊണ്ടുവന്നപ്പോൾ അതുപോലെ തന്നെ വലിയൊരു ആവശ്യവുമായിട്ടാണ് നമ്മുടെ പെരിന്തൽമണ്ണയിലെ ടൈലേഴ്സായിട്ടുള്ള തയ്യൽ തൊഴിലാളികളുടെ സംഘടന സമീപിക്കുന്നത്. പരമാവധി നമ്മളെല്ലാവരെയും സഹായിക്കാനുള്ള ശ്രമം നടത്തുക എന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഈ ഒരു പദ്ധതിയിലേക്ക് തയ്യൽ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തുകയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ വലിയൊരു ബാധ്യത കൂടി ഉണ്ടാകും. എന്നാൽ പോലും അവരുടെ ഒരു ആവശ്യം വളരെയധികം ജെന്യുവിനാണ് എന്ന് മനസ്സിലാക്കിയാണ് അവർക്ക് കൂടി ഒരു സഹായം ഉദ്ദേശിക്കുന്നത്. അത് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ പരമാവധി ആളുകളിലേക്ക് സഹായം എത്തിക്കണം. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കിംസ് അൽഷിഫ, മൗലാന, MES മെഡിക്കൽ കോളേജ്, രാംദാസ്, അസന്റ്, BKCC, എൻഡോഡേബ്, ക്രാഫ്റ്റ് എന്നീ 8 ഹോസ്പിറ്റലുകളുമായി സഹകരിച്ച് MLAയുടെ ക്രിയ കമ്മ്യൂൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയിൽ അംഗമായവർക്കെല്ലാം MLA ഹെൽത്ത് കാർഡ് നൽകും. ഈ കാർഡിലെ നമ്പർ ഉപയോഗിച്ച് എംപാനൽ ചെയ്ത ഹോസ്പിറ്റലുകളിൽ ക്ലെയിം ചെയ്യാം. അപ്പോൾ ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കും. EMS സഹകരണ ആശുപത്രിയും പദ്ധതിയുമായി സഹകരിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. EMS അടക്കമുള്ള ഹോസ്പിറ്റലുകൾ കൂടി ഇതിനോട് സഹകരിക്കണം എന്നുള്ള കാര്യമാണ്. കാരണം ഈ നാട്ടിലെ ഏറ്റവും പാവങ്ങളായ ആളുകൾക്ക് സഹായം ചെയ്യുന്ന ഈ ഒരു പദ്ധതിയിൽ ഇപ്പോൾ വലിയ ഹോസ്പിറ്റൽ എന്ന നിലയ്ക്ക് EMS ഹോസ്പിറ്റൽ മാത്രമാണ് ഭാഗവാക്കാവാത്തത്. അവർ കൂടി അവരുടെ മാനേജ്മെൻറ്റിനോടും ഒന്നുകൂടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.